എല്ലാറ്റിനും ഉപരി കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം സമാധാന അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. 10 വർഷമായി ഒരൊറ്റ വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വർഗീയ കലാപങ്ങളിൽ ഒരാളും കൊല്ലപ്പെട്ടില്ല. ഒരു തുള്ളി രക്തം പോലും വർഗീയ കലാപങ്ങളുടെ പേരിൽ തെരുവിൽ പൊലിഞ്ഞിട്ടില്ല. ഇപ്പോ UDF-ന്റെ പ്രകടന പത്രികയിൽ കാണുന്നത് വർഗീയ കലാപങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നാണ്. 10 വർഷമായി ആ സംഭവം ഇല്ല കേരളത്തിൽ. അപ്പൊ UDF തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ സർവത്ര വർഗീയ കലാപങ്ങൾ, സംഘർഷങ്ങൾ ആയിരിക്കും. അപ്പൊ അതിന് കൈകാര്യം ചെയ്യാൻ ഒരു വകുപ്പ് മുൻകൂട്ടി കാണുകയാണ്. ഇത് ഭൂതകാല അനുഭവങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർ തയ്യാറാക്കിയ ഒരു പ്രകടന പത്രികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത 10 കൊല്ലം ഉണ്ടായിട്ടില്ല. തുടർച്ചയായ 10 കൊല്ലം വർഗീയ സംഘർഷങ്ങളില്ല. കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനുമെല്ലാം മുഖ്യമന്ത്രിമാരായിരിക്കുന്ന സമയത്ത് എത്രയെത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഞാൻ ഓരോന്നായിട്ട് ഇവിടെ വിശദീകരിച്ച് ഓർമ്മപ്പെടുത്തി നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അവരെ അസ്വസ്ഥരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എത്ര പേർ കൊല്ലപ്പെട്ടു. പാലക്കാട് നഗരത്തിൽ 10 വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ കേരള പോലീസ് വെടിവെച്ച് കൊന്നത് അന്നൊരു കാലത്താണ്. എത്ര വീടുകൾ, കടകമ്പോളങ്ങൾ അഗ്നിക്കിരയായി. എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടതായി വന്നു. നിരപരാധികളായ എത്ര മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ കൊന്നു തള്ളപ്പെട്ടു. ഈ കാലത്തെല്ലാം വർഗീയവാദികളുടെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുകയായിരുന്നു UDF സർക്കാർ. പ്രവീൺ തൊഗാഡിയ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗം കോഴിക്കോട് നടത്തിയപ്പോൾ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുവിറച്ച് പേടിച്ച് ആ കേസ് പിൻവലിച്ചു കൊടുക്കേണ്ടി വന്നു UDF ഗവൺമെന്റിന്. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ RSS ക്രിമിനൽ സംഘം അക്രമം ഒഴിച്ചു വിട്ടപ്പോൾ തടയാൻ ശ്രമിച്ച ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ബോംബ് പൊട്ടി പോലീസ് ഓഫീസറുടെ ഒരു കാല് ചിതറി. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. RSSന്റെ കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു. ഇപ്പോൾ പിൻവലിക്കണം കേസ്. ഈ മണിക്കൂറിൽ നിസ്സഹായമായി ആ കേസ് പിൻവലിച്ചു കൊടുത്തില്ലേ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ? കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ പേരിലുള്ള ചാർജ് പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു കൊടുക്കുന്ന അനുഭവം ഉണ്ടായി. ഇരുവർഗീയതയുടെയും തണലിലായിരുന്നു സർക്കാർ. അവരുടെ എല്ലാം വോട്ട് വാങ്ങിയാണ് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രചരണങ്ങൾക്കെതിരെയോ വർഗീയ കലാപങ്ങൾക്കെതിരെയോ അതിൽ കുറ്റവാളികളായ കൊടിയ വർഗീയവാദികൾക്കെതിരെയോ നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ പോലും സർക്കാരിന് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയവാദികളെല്ലാം മാളത്തിൽ ഒളിക്കാൻ കാരണം ഏത് വർഗീയവാദിയായാലും മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്ന ഭരണ സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഈ സമാധാന അന്തരീക്ഷം തകരണം, ഒരു മാറ്റം ഉണ്ടാവണം എന്നാണോ 2 ടേമായില്ലേ ഇനി ഒന്ന് മാറട്ടെ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത്?